വചനം പറയുന്നു, അവൻ രാവും പകലും കല്ലറകളിലും മലകളിലും ഇടവിടാതെ നിലവിളിച്ചും തന്നെ താൻ കല്ലുകൊണ്ട് ചതച്ചും പോന്നു. അപ്പോൾ പിശാച്, ദുരാത്മാവ്, സാത്താന്യ ശക്തി ഒരു വ്യക്തിയെയോ ഒരു കുടുംബത്തെയോ സ്വാധീനിച്ചാൽ ഉണ്ടാകുന്ന കാര്യമാണിത്. തന്നെ താൻ നിലവിളിക്കുന്നു, തന്നെ താൻ ശപിക്കുന്നു. എനിക്ക് ഈ ഗതി വന്നല്ലോ, ഞാനിങ്ങനെ ആയിപ്പോയല്ലോ, എൻ്റെ കുടുംബം ഇങ്ങനെ ആയല്ലോ, എൻ്റെ മക്കൾ ഇങ്ങനെ ആയിപ്പോയല്ലോ, എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിച്ചല്ലോ. അപ്പോൾ തന്നെ താൻ ശപിക്കുന്ന, തന്നെ താൻ നിലവിളിക്കുന്ന, തന്നെ ഇഷ്ടം തോന്നാത്ത അനുഭവം. നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനൊരു അനുഭവം ഉണ്ടോ? നിങ്ങളെ തന്നെ നിങ്ങൾ ശപിക്കുന്നൊരു അനുഭവം ഉണ്ടോ? ജനിച്ചത് കൊണ്ടങ്ങ് ജീവിക്കുക, മരിക്കാത്തത് കൊണ്ടങ്ങ് ജീവിക്കുക എന്ന നിലയിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഇഷ്ടപ്പെടാതെ നിങ്ങളെ തന്നെ നിങ്ങൾ ശപിച്ച് പോകുന്നൊരു അനുഭവം നിങ്ങളുടെ ഭവനത്തിലുണ്ടോ? അല്ലെങ്കിൽ കുറച്ചും കൂടെ ആഴമായി പറഞ്ഞാൽ, നിങ്ങളുടെ ഭവനത്തിൽ സന്തോഷത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ഘോഷം ഉയരുന്നതിന് പകരം എപ്പോഴും വഴക്കാണോ, നിലവിളിയാണോ, തമ്മിൽ തല്ലാണോ? മുഖത്തോട് മുഖം നോക്കിയാൽ അമ്മയും മക്കളും കൂടെ വഴക്കാണോ? മുഖത്തോട് മുഖം നോക്കിയാൽ ഭാര്യയും ഭർത്താവൂടെ വഴക്കാണോ? ഒരു സ്വസ്ഥതയില്ലാത്ത, ഒരു സന്തോഷമില്ലാത്ത, ഒരു നിലവിളിയുടെ അനുഭവം നിങ്ങളുടെ ഭവനത്തിലുണ്ടെങ്കിൽ നിശ്ചയമായിട്ട് നിങ്ങൾ ഈ ചെറുപ്പക്കാരനെ നോക്കൂ. അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന ഈ മനുഷ്യനെ യേശു ഗദരദേശത്തെത്തി കണ്ടു. അവനെ കർത്താവ് വിടുവിച്ചു. ആ ഒറ്റ കാരണം കൊണ്ട് അവൻ്റെ നിലവിളി അവസാനിച്ച് അവൻ യേശുവിൻ്റെ സാക്ഷിയായി മാറിയ ചരിത്രം നമുക്കിവിടെ കാണാം. അവൻ നിലവിളിച്ച് തന്നെ താൻ ശപിച്ചുകൊണ്ടിരുന്ന അതേ നാക്കുകൊണ്ട് അവൻ യേശുവിനെക്കുറിച്ചുള്ള സുവിശേഷം, വചനം ദെക്കേപ്പൊലി എന്ന് പറയുന്നൊരു നാട് മുഴുവൻ പ്രഘോഷിച്ചത് നമുക്കിവിടെ കാണാം. ഞാൻ ഉറപ്പായും പറയുന്നു, ഇന്ന് നിങ്ങളുടെ ഭവനത്തിൽ വഴക്കോ പ്രശ്നങ്ങളോ തമ്മിൽ തല്ലോ സന്തോഷമില്ലാത്ത അനുഭവങ്ങളോ, അപ്പനും മക്കളുമായി, ഭാര്യയും ഭർത്താവുമായി, കുടുംബക്കാരുമായി ഐക്യതയില്ലാതെ, സ്വസ്ഥതയില്ലാതെ ഒരു നിലവിളിയുടെ അനുഭവത്തിൽ നിങ്ങളെന്നെ കേൾക്കുന്നെങ്കിൽ നിങ്ങൾക്കൊരു പൂർണ്ണ വിടുതൽ തരാൻ യേശു കർത്താവിന് കഴിയും. നിങ്ങൾ അവനോട് പ്രാർത്ഥിക്കൂ, നിങ്ങൾ ആ യേശുവിനോട് അപേക്ഷിക്കൂ. ആ ഗദരദേശത്തെത്തി ഈ ഭൂതഗ്രസ്തനെ, ഈ ചെറുപ്പക്കാരനെ വിടുവിച്ച കർത്താവ് നിങ്ങളുടെ ഭവനത്തിൽ പ്രവർത്തിക്കാൻ കഴിവുള്ളവനാണ്. ഒരുപക്ഷെ അതിൻ്റെ ഒരു മറുഭാഗം ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ, നിങ്ങളുടെ കുടുംബം ഒരു സമയത്ത് ഈ യേശുവിനെ അറിയുന്നതിന് മുമ്പ് നിലവിളിയും വഴക്കും പ്രശ്നങ്ങളുമായിരുന്നെങ്കിൽ, ഇന്ന് ഈ കർത്താവിനെ അറിഞ്ഞതിനാൽ, ഇന്ന് യേശുവിലേക്ക് വന്നതിനാൽ, ഇന്ന് യേശു കർത്താവിൽ വിശ്വസിച്ചതിനാൽ ഇന്ന് നിങ്ങളുടെ ഭവനത്തിൽ പ്രാർത്ഥനയല്ലേ? ഇന്ന് നിങ്ങളുടെ ഭവനത്തിൽ ദൈവീക കാര്യങ്ങളല്ലേ നിങ്ങൾ പറയുന്നത്? യേശുവിനെ ഉയർത്തുകയല്ലേ? ഇതുപോലത്തെ ചാനലുകളിലൂടെയൊക്കെ നിങ്ങൾ കർത്താവിൻ്റെ വചനം കേൾക്കുകയല്ലേ? സത്യമായി ഞാൻ പറയട്ടെ, നിങ്ങളുടെ കുടുംബത്തിലെ അന്തരീക്ഷത്തെ മാറ്റുവാൻ, നിങ്ങളുടെ ഇന്നത്തെ സാഹചര്യത്തെ മാറ്റുവാൻ യേശുവിന് കഴിയും. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, മുൻപുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട, പണ്ടുള്ളവയെക്കുറിച്ച് നിരൂപിക്കേണ്ട, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നീരുറവകളെയും ഞാൻ തുറക്കും. അതെ, നിങ്ങളുടെ ജീവിതത്തിലെ പണ്ടത്തെ കാര്യങ്ങളെ ഒന്നും ഇനി നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട. ശരിക്കും പറഞ്ഞാൽ പല ഭവനത്തിലും വഴക്ക് നടക്കുന്നതും പല ഭവനത്തിലും ഇന്നും പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് പഴയ കാര്യങ്ങൾ പണ്ടത്തെ കാര്യങ്ങൾ പറഞ്ഞാൽ ഇപ്പോഴും പ്രതിസന്ധികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഓർക്കണ്ടെന്ന, പണ്ടുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട, മുൻപുള്ളവയെക്കുറിച്ച് വിചാരിക്കേണ്ട, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. നിങ്ങളുടെ ജീവിതത്തെ പുതുതാക്കാൻ യേശുവിന് കഴിയും. നിങ്ങളുടെ ഭർത്താവിനെ, നിങ്ങളുടെ ഭാര്യയെ, നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ സ്വഭാവത്തെ, നിങ്ങളുടെ ജീവിതത്തെ, നിങ്ങളുടെ സാമ്പത്തിക മേഖലയെ, നിങ്ങളുടെ ആരോഗ്യത്തെ, നിങ്ങളുടെ സമസ്ത മേഖലകളെയും പുതുതാക്കാൻ, റിഫ്രഷ് ചെയ്യാൻ യേശു കർത്താവിന് കഴിയും. നിങ്ങളങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടോ? കർത്താവേ, എന്നെ ഒന്ന് റിഫ്രഷ് ചെയ്യണേ, എൻ്റെ കുടുംബത്തെ ഒന്ന് റിഫ്രഷ് ചെയ്യണേ, എൻ്റെ ജീവിതത്തെ ഒന്ന് പുതുതാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നെങ്കിൽ നിങ്ങളെ പുതുതാക്കാൻ യേശു കർത്താവിന് കഴിയും. നോക്കിയ സഹോദരങ്ങളെ, ഇവൻ നിലവിളിക്കുന്നവനായിരുന്നെങ്കിൽ, ഇവൻ തന്നെ താൻ കരയുന്നവനായിരുന്നെങ്കിൽ, യേശു കർത്താവ് അവൻ്റെ അധരത്തിൽ നിലവിളികളെ മാറ്റി അവൻ്റെ ജീവിതത്തിന് പുതിയ നന്മകൾ കൊണ്ട് നിറച്ചു. മൂന്നാമതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു, അവൻ തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ചും പോന്നു. ഒന്ന്, ഇവൻ്റെ പാർപ്പ് കല്ലറയിലായിരുന്നു എന്ന് പറഞ്ഞാൽ റണ്ണിങ്ങിൽ നിൽക്കേണ്ടവൻ ഫിനിഷിങ്ങിലായി. എന്നാൽ യേശു അവനെ വിടുവിച്ചപ്പോൾ ആ ഫിനിഷിങ്ങിൽ നിന്ന് അവനെ സ്റ്റാർട്ടിങ്ങിൽ കൊണ്ടുവന്നു. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത്, വചനത്തിൽ എഴുതിയിരിക്കുന്നു, അവൻ തന്നെത്താൻ നിലവിളിച്ചു, തന്നെത്താൻ ശപിക്കുന്നവനായിരുന്നു. അവൻ്റെ നാക്ക് കൊണ്ട് അവൻ നല്ലതൊന്നും പറയുന്നവനല്ലായിരുന്നു. എന്നാൽ അവൻ്റെ നാവ് കർത്താവ് അവനെ വിടുവിച്ചപ്പോൾ അവൻ്റെ നാവും പുതുതായി തീർന്നു. അവൻ യേശുവിനെക്കുറിച്ച് പറയുന്നവനായി മാറി. മൂന്നാമത്തെ വിഷയം, അവൻ കല്ലുകൊണ്ട് തന്നെത്താൻ ചതയ്ക്കുന്നവനായിരുന്നു. പിശാച്, ദുരാത്മാവ് ഇവനെ ബാധിച്ചതുകൊണ്ട്, സാത്താൻ ഇവനെ കൊണ്ട് നടക്കുന്നത് കൊണ്ട്
ഇവൻ തൻ്റെ അവയവങ്ങളെ തന്നെ താൻ നശിപ്പിക്കുന്നവനായിരുന്നു. അവൻ്റെ അവയവങ്ങളെ അവൻ തന്നെ കല്ലെടുത്ത് വെച്ച് ഇടിച്ച് നശിപ്പിക്കുകയായിരുന്നു. സത്യം പറയട്ടെ, പിശാചിൻ്റെ ഒരു വലിയ തന്ത്രമാണ്. ഒരു വ്യക്തിയെ, ഒരു മനുഷ്യനെ ദുരാത്മാവ് സ്വാധീനിക്കുന്നു എന്നുള്ളതിൻ്റെ മൂന്നാമത്തെ തെളിവായത്. നമ്മൾ ഇന്ന് ഈ വാക്ക് കേൾക്കുമ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതുപോലെ തന്നെ എത്രയോ ചെറുപ്പക്കാരെ, എത്രയോ പുരുഷന്മാരെ, എത്രയോ സഹോദരിമാരെ, എത്രയോ കുടുംബങ്ങളെ പിശാച് ഈ നിലയിൽ സ്വാധീനിക്കുന്നത് നാം കാണുന്നു, നാം കണ്ടുകൊണ്ടിരിക്കുന്നു. പിശാച് സ്വാധീനിച്ച് മദ്യം കഴിപ്പിച്ച്, മദ്യം കുടിച്ച് എത്രയോ വ്യക്തികളുടെ ഇൻറ്റേർണൽ ഓർഗൻസ്, അവൻ്റെ ആന്തരിക അവയവങ്ങൾ അവൻ തന്നെ നശിപ്പിക്കുന്നു. പുക വലിച്ച് എത്രയോ പേരുടെ ലങ്സ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എത്രയോ പേരുടെ ശ്വാസകോശങ്ങൾ ഇല്ലാതെയായി ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടാകുന്നു. എത്രയോ പേരുടെ അവയവങ്ങൾ അവർക്ക് നഷ്ടപ്പെടുന്നു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളുടെ അവയവം, നിങ്ങളുടെ അവയവങ്ങൾ, നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ ദാനമാണ്. 1 കൊരിന്ത്യർ 3:16 പറയുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? റോമർക്കെഴുതിയ ലേഖനം 12:1 പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർമ്മിപ്പിച്ച് നിങ്ങൾക്ക് എഴുതുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയാകണം. നിങ്ങളുടെ അവയവങ്ങളെ ജീവനും പ്രസാദമുള്ള യാഗമായി ദൈവത്തിന് നിങ്ങൾ സമർപ്പിക്കണം. അപ്പോൾ ഓർക്കണം, നമ്മുടെ അവയവങ്ങൾ അനീതിയുടെ ആയുധങ്ങളല്ല, നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിക്കാനുള്ളതാണ്. നമ്മുടെ കൈകൾ, നമ്മുടെ കാലുകൾ, നമ്മുടെ കണ്ണ്, നമ്മുടെ അവയവങ്ങൾ ദൈവത്തിന് പ്രസാദകരമായിരിക്കണം. അത് അശുദ്ധിക്ക് ഏൽപ്പിച്ചു കൊടുക്കാനുള്ളതല്ല, അത് പാപത്തിന് ഏൽപ്പിച്ചു കൊടുക്കാനുള്ളതല്ല, അത് പിശാചിന് ഉപയോഗിക്കാനുള്ളതല്ല, അത് ദൈവത്തിനുള്ളതാണ്. നിങ്ങൾക്കറിയാമോ, ദൈവം വസിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിലാണ്. ദൈവം വസിക്കുന്നത് ഷോക്കേസിലിരിക്കുന്ന ആ പടത്തിനകത്തല്ല. ദൈവം വസിക്കുന്നത് ആ കല്ലിനകത്തല്ല. ദൈവം വസിക്കുന്നത് ആ രൂപത്തിനകത്തല്ല. ദൈവം വസിക്കുന്നത് മനുഷ്യരിലാണ്, നിങ്ങളിലാണ്. നിങ്ങളതെപ്പോഴും തിരിച്ചറിയണം. ദൈവത്തിന് ഇരിക്കാൻ ഇഷ്ടം നിങ്ങളിലിരിപ്പാനാണ്. കാരണം ദൈവത്തിൻ്റെ മന്ദിരമാണ് നിങ്ങൾ. ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ, സ്വരൂപത്തിൽ ദൈവം മെനഞ്ഞ വ്യക്തികളാണ് നിങ്ങൾ ഓരോരുത്തരും, ഞാനും നിങ്ങളും. അതുകൊണ്ട് എന്നിലും നിങ്ങളിലുമാണ് ദൈവം വസിക്കുന്നത്. അത് സാത്താനുള്ളതല്ല. എപ്പോഴും അത് മനസ്സിലാക്കണം. എന്നാൽ നിങ്ങൾക്കറിയുമോ സഹോദരങ്ങളെ, പിശാചിനും ഇഷ്ടം നിങ്ങളിലിരിക്കാനാണ്. ഇത് ഇരുട്ടും വെളിച്ചം തമ്മിലുള്ള ഒരു യുദ്ധമായത്. സാത്താൻ ഏറ്റവും ഇഷ്ടം ഏതെങ്കിലും മരത്തേലിരിക്കാനല്ല. സാത്താൻ ഇഷ്ടം ഏതെങ്കിലും ഒരു പടത്തേലിരിക്കാനല്ല. മനുഷ്യനെ സ്വാധീനിച്ച് അവനെ കയ്യിലെടുത്ത് അവനിലൂടെ എൻജോയ് ചെയ്യാനാണ് പിശാചിനിഷ്ടം. അങ്ങനെയാണ്. കാരണം നമ്മൾ ചിന്തിക്കുന്ന പോലെ കൊമ്പും വാലും വെച്ചൊന്നും വരുന്ന ഒരാളല്ല പിശാച്. യേശു കർത്താവ് ഒരിക്കൽ ഉയർത്തെഴുന്നേറ്റ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായപ്പോൾ അവരെല്ലാം കൂടെ പറഞ്ഞു, ഭൂതം വരുന്നു, ഭൂതം വരുന്നു. അവർക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റിയില്ല. ഉടനെ യേശു കർത്താവ് പറഞ്ഞു തന്നെ, ഭൂതത്തിന് എന്നെപ്പോലെ കയ്യോ കാലോ ശരീരമോ ഇല്ലല്ലോ, അവയവങ്ങളില്ല. അതൊരു സ്പിരിറ്റാണ്, അതൊരു ഡിമോണിക് സ്പിരിറ്റാണ്. അപ്പോൾ നിങ്ങൾ ഓർക്കണം. എന്നാൽ ഇതേ ഭൂതത്തിന്, പിശാചിന് പാപം ഇഷ്ടമാണ്, പാപം ചെയ്യിക്കാൻ ഇഷ്ടമാണ്. പാപം ചെയ്യിച്ച് അവൻ പാപികളിൽ നിന്ന് ആസ്വദിക്കുന്നവനാണ്. പിശാചിന് മ്ലേച്ഛത കാണാൻ ചില കണ്ണുകൾ വേണം. പിശാചിന് പാപം ചെയ്യാൻ ചില കൈകൾ വേണം. പിശാചിന് തെറ്റായ കാര്യങ്ങൾ കേൾക്കാൻ ചില ചെവികൾ വേണം. പിശാചിന് അരുതാത്തതിലേക്ക് പോകാൻ ചില കാലുകൾ വേണം. അതിനുവേണ്ടി അവൻ മനുഷ്യനെ സ്വാധീനിക്കുന്നു. ഇതുപോലെ തന്നെയാണ് യേശുവിനും. ദൈവം ആത്മാവാണ്. യേശു കർത്താവിന് അത്ഭുതങ്ങൾ ചെയ്യാൻ ചില കരങ്ങൾ വേണം. യേശു കർത്താവിന് ചിലരോട് സംസാരിക്കാൻ ചില നാവുകൾ വേണം. യേശു കർത്താവിന് വിടുതലുകൾ അയപ്പാൻ ചില കാലുകളും ശരീരങ്ങളും ആവശ്യമാണ്. എന്നിലിരുന്ന് നിങ്ങളിലിരുന്ന ദൈവം പ്രവർത്തിക്കുന്നത്. നിങ്ങളുടെ ശരീരങ്ങൾ, നിങ്ങളുടെ അവയവങ്ങൾ അനീതിയുടെ ആയുധങ്ങളായി പിശാചിന് പാപം കാണാനും ചെയ്യാനും കൊടുക്കുമോ? അതോ ദൈവത്തിന് വസിക്കാൻ, ദൈവത്തിന് പ്രവർത്തിപ്പാൻ, ദൈവത്തിൻ്റെ മഹത്വത്തെ കാണാൻ ഏൽപ്പിക്കപ്പെടുമോ? സഹോദരങ്ങളെ നോക്കിയേ, ഇവനൊരു കല്ലെടുത്ത് വെച്ച് തന്നെ താൻ ചതച്ച് തൻ്റെ അവയവങ്ങളെ അവൻ നശിപ്പിക്കുകയാണ്. ഞാൻ സഹോദരങ്ങളോട് പറയട്ടെ, മദ്യപിച്ചും പാപം ചെയ്തും പുകവലിച്ചും ലോകപരമായ കാര്യങ്ങളിൽ പോയും നശിപ്പിച്ച് കളയാനുള്ളതല്ല നിങ്ങളുടെ അവയവങ്ങൾ, നിങ്ങളുടെ ശരീരം. ദൈവത്തിനിരുന്ന് പ്രവർത്തിപ്പാനുള്ളതാണ്. ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങാനുള്ളതാണ്. നിങ്ങളെ കൊണ്ട് അനേക കാര്യങ്ങൾ ദൈവത്തിന് ചെയ്യാൻ കഴിയും. എന്നാൽ ഈ ചെറുപ്പക്കാരനോടുള്ള ബന്ധത്തിൽ പറയുന്നു, അവൻ്റെ അവയവങ്ങളെ അവൻ കല്ലെടുത്ത് വെച്ച് നശിപ്പിച്ചെങ്കിലും യേശു അവനെ തൊട്ടപ്പോൾ, യേശു അവനെ വിടുവിച്ചപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു അവൻ ആരോഗ്യമുള്ളവനായി മാറി.
അവൻ്റെ ശരീരം മാറി, അവൻ്റെ സ്വഭാവം മാറി. ഞാൻ പറയട്ടെ, ഒരു പക്ഷേ മദ്യപിച്ചും പാപം ചെയ്തും നിൻ്റെ അവയവങ്ങൾ നശിച്ച് ജീവിതം നഷ്ടപ്പെട്ടിരിക്കുന്ന അനുഭവത്തിലായിരിക്കാം. ഇനി അങ്ങ് മരിക്കട്ടെ എന്ന് കരുതി കുടിക്കുകയായിരിക്കാം. അങ്ങനല്ല. ഇപ്പോഴും നിങ്ങൾക്ക് സമർപ്പിക്കാൻ കഴിയും, ഇപ്പോഴും നിങ്ങൾക്ക് ഏൽപ്പിക്കാൻ കഴിയും നിങ്ങളുടെ അവയവങ്ങളെ പുതുതാക്കി തീർക്കാൻ. ഇരമ്യാ പ്രവചനം 33:6 എഴുതിയിരിക്കുന്ന പോലെ സാക്ഷാൽ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി നിങ്ങളെ വിടുവിപ്പാൻ യേശു കർത്താവിന് കഴിയും, ദൈവത്തിൻ്റെ വചനത്തിന് കഴിയും. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു, യേശു കർത്താവ് ദൂരത്തു നിന്ന് വരുന്നത് കണ്ട് ഓടിച്ചെന്ന് അവനെ നമസ്കരിച്ച് അവൻ ഉറക്കം നിലവിളിച്ചു, യേശുവേ, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിലെന്ത്? ദൈവത്താണ് എന്നെ ദണ്ഡിപ്പിക്കരുതേ എന്ന് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. നോക്കിയേ, യേശു കർത്താവിനെ ഈ ഭൂതഗ്രസ്തൻ കണ്ടപ്പോൾ അവൻ ഓടി വന്ന് യേശുവിൻ്റെ മുമ്പിൽ വീണ് നമസ്കരിച്ചു. മാന്യപ്രേക്ഷകരെ, പ്രിയ സഹോദരങ്ങളെ, യേശുവിനെ കണ്ടപ്പോൾ തന്നെ അവൻ മുട്ടുകുത്തി. ഈ ദുരാത്മാക്കളെല്ലാം കൂടെ യേശുവിനെ വണങ്ങി. നിങ്ങൾക്കറിയാമോ, ചില മാസങ്ങൾക്ക് മുൻപ്, ചില നാളുകൾക്ക് മുൻപ് ഇതേ യേശു കർത്താവ് 40 രാവും 40 പകലും ഉപവസിക്കുമ്പോൾ, തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുൻപ് അവൻ തന്നെ താനിരുന്ന് പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുമ്പോൾ ഇതേ സാത്താൻ, ഇതേ പൈശാചിക ഡിപ്പാർട്ട്മെൻറ്റ് യേശുവിൻ്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, നീ എന്നെ ഒന്ന് വീണ് നമസ്കരിച്ചാൽ ഈ കാണുന്നതെല്ലാം ഞാൻ നിനക്ക് തരാം. അപ്പോൾ ഒരിക്കൽ ഇതേ സാത്താൻ യേശുവിനോട് പറഞ്ഞു, നീ എന്നെ ഒന്ന് വണങ്ങിയാൽ, നീ എന്നെ ഒന്ന് നമസ്കരിച്ചാൽ ഈ കാണുന്നതെല്ലാം ഞാൻ നിനക്ക് തരാം. ലൂക്കോസ് സുവിശേഷം 4-ാമത്തെ അധ്യായത്തിലാണ് നമ്മളത് കാണുന്നത്. ഉടനെ യേശു കർത്താവ് എന്നാ പറഞ്ഞേ? നിൻ്റെ ദൈവമായ കർത്താവിനെ അല്ലാതെ വേറെ ആരെയും നമസ്കരിക്കരുത്, ആരാധിക്കരുത് എന്ന് എഴുതിയിരിക്കുന്നല്ലോ. വചനം കൊണ്ട് യേശു പിശാചിനെ ജയിച്ചു. പിശാചിൻ്റെ പ്രലോഭനങ്ങൾക്കകത്ത് യേശു വണങ്ങാതെ, പിശാച് കാണിച്ചതിൽ യേശു നമസ്കരിക്കാതെ, സാത്താൻ്റെ വഴിയിൽ നമസ്കരിച്ചു കൊണ്ട് പോകാതെ, വചനത്തിനു വേണ്ടി, വചനസത്യത്തിന് വേണ്ടി യേശു നിലനിന്നു. യേശു പിശാചിനെ തൊഴുതില്ല, നമസ്കരിച്ചില്ല. യേശു ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്നുള്ള സത്യത്തിൽ ഉറച്ചു നിന്ന കാരണത്താൽ പിശാചിനെ വണങ്ങാത്ത യേശുവിൻ്റെ മുൻപിൽ പിശാച് വണങ്ങി. സാത്താനെ നമസ്കരിക്കാത്തവൻ്റെ മുൻപിൽ സാത്താൻ ഇതാ നമസ്കരിക്കുന്നു. ഇത് തന്നെയാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലും സംഭവിക്കുന്നത്. ഈ തലമുറയിൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഈ സത്യവചനത്തിന് വേണ്ടി നീ നിന്നാൽ, പിശാചിൻ്റെ പ്രലോഭനങ്ങളിലും ദുരുപദേശങ്ങളിലും തിന്മയിലും നീ വണങ്ങാതെ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും ഈ വചനത്തിന് വേണ്ടി വേറിട്ട് നിന്നാൽ, ഉറപ്പായി ഞാൻ പറയുന്നു, സാത്താൻ നിന്നെ വണങ്ങും, പിശാച് നിന്നെ ഭയപ്പെടും. അതെ, സാത്താനെ ഭയപ്പെടാത്തവനെ സാത്താൻ ഭയപ്പെടുന്നു, പിശാചിനെ വണങ്ങാത്തവനെ പിശാച് വണങ്ങുന്നു. ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടി വില കൊടുത്ത് സത്യദൈവത്തെ ആരാധിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പൈതലിനെ പിശാച് പേടിക്കുന്നു. അതെ, സാത്താൻ ഇവിടെ മുട്ടുകുത്തി. ഇന്ന് ഈ പ്രോഗ്രാം കാണുന്ന ചില വ്യക്തികളോട് പറയുന്നു, ഇൻ്റർനെറ്റിലൂടെ അല്ലെങ്കിൽ ലോകപരമായ കാര്യത്തിലൂടെ പിശാച് നിനക്ക് തരുന്ന അവസരങ്ങൾ, സ്വാതന്ത്ര്യങ്ങൾ നീ പിശാചിന് കൊടുക്കാതെ, അവനെ തൊഴാതെ, പിശാചിനെ നമസ്കരിക്കാതെ, സത്യവചനത്തെ വിട്ട് മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ലോകത്തിൻ്റെ കാര്യങ്ങളിലേക്ക് പോകാതെ ദൈവത്തിനും അവൻ്റെ വചനത്തിനും വിശുദ്ധിക്കും വില കൊടുത്ത് നിന്നാൽ, ഞാൻ നിശ്ചയമായും സത്യമായും നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ പൈതലായി നിൽക്കുക മാത്രമല്ല, നിങ്ങൾ പിശാചിന് ഒരു ഭീഷണിയാകും. നിങ്ങൾ സാത്താൻ്റെ രാജ്യത്തിന് ഒരു ഭീഷണിയാകുകയും നിങ്ങൾ ദൈവരാജ്യത്തിന് ഒരു അനുഗ്രഹമാകുകയും ചെയ്യും. നോക്കിയ സഹോദരങ്ങളെ, യേശു കർത്താവ് ഈ സമയത്ത് അവനോട് പറയുന്നു, അശുദ്ധാത്മാവേ, ഈ മനുഷ്യനെ വിട്ട് പുറപ്പെട്ടു പോക എന്ന് യേശു കൽപ്പിച്ചിരുന്നു. നിൻ്റെ പേരെന്താ എന്ന് അവനോട് ചോദിച്ചതിന്, എൻ്റെ പേര് ലഗ്യോൻ, ഞങ്ങൾ പലരാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. നാട്ടിൽ നിന്ന് ഞങ്ങളെ അയച്ചു കളയാതിരിപ്പാൻ ഏറിയൊന്ന് അപേക്ഷിച്ചു. അവിടെ മലയരികെ ഒരു വലിയ പന്നിക്കൂട്ടം മേഞ്ഞുകൊണ്ടിരുന്നു. ആ പന്നികളിൽ കടക്കേണ്ടതിന് ഞങ്ങളെ അയക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അവൻ അനുവാദം കൊടുത്തു. അശുദ്ധാത്മാക്കൾ പുറപ്പെട്ട് പന്നികളിൽ കടന്നിട്ട് കൂട്ടം കടും തൂക്കത്തോടെ കടലിലേക്ക് പാഞ്ഞ് വീർപ്പ് മുട്ടിച്ചത്തു. അവ ഏകദേശം 2000 ആയിരുന്നു. പന്നികളെ മേയ്ക്കുന്നവർ ഓടിച്ചെന്ന് പട്ടണത്തിലും നാട്ടിലും അറിയിച്ചു.
സംഭവിച്ചത് കാണാൻ പലരും പുറപ്പെട്ടു. യേശുവിൻ്റെ അടുക്കൽ വന്ന് ലഗ്യോനുണ്ടായിരുന്ന ഭൂതഗ്രസ്തൻ വസ്ത്രം ധരിച്ചും സുബോധം പൂണ്ടും ഇരിക്കുന്നത് കണ്ട് ഭയപ്പെട്ടു. കണ്ടവർ ഭൂതഗ്രസ്തന് സംഭവിച്ചതും പന്നികളുടെ കാര്യവും അവരോട് അറിയിച്ചു. അപ്പോൾ അവർ അവനോട് തങ്ങളുടെ അതിർ വിട്ടു പോകാൻ അപേക്ഷിച്ചു. അവൻ പടക് കയറുമ്പോൾ ഭൂതഗ്രസ്തനായിരുന്നു താനും കൂടെ പോരട്ടെ എന്ന് അവനോട് അപേക്ഷിച്ചു. യേശു അവനെ അനുവദിക്കാതെ നിൻ്റെ വീട്ടിൽ നിനക്കുള്ളവരുടെ അടുക്കൽ ചെന്ന് കർത്താവ് നിനക്ക് ചെയ്തതൊക്കെയും നിന്നോട് കരുണ കാണിച്ചെന്നും പ്രസ്താവിക്ക എന്ന് അവനോട് പറഞ്ഞു. അവൻ പോയി യേശു തനിക്ക് ചെയ്തതൊക്കെയും ദെക്കേപ്പൊലി നാട്ടിൽ ഘോഷിച്ചു തുടങ്ങി. എല്ലാവരും ആശ്ചര്യപ്പെടുകയും ചെയ്തു. നോക്കിയേ, ഈ ഭൂതഗ്രസ്തൻ്റെ മേലുള്ള ദുരാത്മാവിനോട് അവനെ വിട്ടുപോകാൻ യേശു കൽപ്പിച്ചു. ഉടനെ ഭൂതഗ്രസ്തൻ പറയുകയാണ്, ആ പന്നിക്കൂട്ടത്തിൽ കയറുവാൻ ഞങ്ങൾക്ക് അനുവാദം തരണം. അപ്പോൾ കർത്താവിൻ്റെ അനുവാദമില്ലാതെ പിശാചിനാരെയും തൊടാൻ കഴിയത്തില്ല. ആ പന്നിക്കൂട്ടത്തിലേക്ക് ഓടിക്കയറി. ആ പന്നിക്കൂട്ടത്തിൽ നിന്ന് പന്നികൾ എന്നാ ചെയ്തേ? അതെല്ലാം കൂടെ ഒന്നിച്ചോടി ആ കടലിൽ ചാടി അങ്ങ് ചത്തു. അപ്പോൾ സത്യത്തിൽ ദുരാത്മാവ് എന്തിനാണ് ഒരു മനുഷ്യനിൽ കയറുന്നത്? അല്ലെങ്കിൽ പിശാച് ഒരുത്തനിൽ കയറിയിരിക്കുന്നതിൻ്റെ പർപ്പസ് എന്നാ? ദൈവം ഒരാളുടെ ഉള്ളത്തിൽ വരുന്നതിനൊരു പർപ്പസുണ്ട്. ദൈവം ഒരാളെ വിളിക്കുന്നതിന് ഒരു പർപ്പസ് ഉണ്ടെങ്കിൽ പിശാച് ഒരുവനിൽ കയറുന്ന എന്തിനാന്നുള്ളത് ഈ പന്നിക്കൂട്ടം ഇവിടെ നമ്മളെ കാണിക്കുന്നുണ്ട്. അവർ ആ പന്നിക്കൂട്ടം ഓടിച്ചെന്ന് കടലിലെടുത്ത് ചാടിച്ചത്തു. അപ്പോൾ നമുക്കറിയാം, പിശാച് ഒരുത്തനെ സ്വാധീനിക്കുന്നതിൻ്റെ അവൻ്റെ ഫൈനൽ എന്ന് പറയുന്നത്, അവസാനം എന്ന് പറയുന്നത് ആത്മഹത്യ, മരണമാണ്, തകർച്ചയാണ്, നന്മയല്ല. എന്നാൽ യേശു കർത്താവ് ഒരുവനിലേക്ക് വരുന്നത്, അവനെ വിടുവിക്കുന്നത് അവന് ജീവനുണ്ടാകാനും സമൃദ്ധിയായ ജീവനുണ്ടാകാനുമാണ്. ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്നൊരു വ്യക്തിയാണോ നിങ്ങൾ? ആത്മഹത്യയുടെ പ്രവണത നിങ്ങളുടെ ഉള്ളിലുണ്ടോ? മടങ്ങി വാ, യേശു നിങ്ങളെ വിളിക്കുക. കർത്താവായ യേശുവിന് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതത്തെ ചെയ്യാൻ കഴിയും. ഒരു നല്ല ജീവിതം നിനക്ക് യേശുവിന് തരാൻ കഴിയും. അവൻ വിശ്വസിക്കുക മാത്രം ചെയ്യുക. എന്നാൽ നോക്കണേ, ഇത് ഓടിച്ചെന്ന കടലിൽ ചാടി ചത്തു. നിങ്ങൾക്കറിയാമോ, യേശു കർത്താവ് ഈ ഗദരദേശത്തോട്ട് വരുമ്പോൾ ഇതേ കടലിൽ യേശുവിനെ ശിഷ്യന്മാരെ മുക്കിക്കൊല്ലാൻ കാറ്റും കടലും കൂടെ ശ്രമിച്ചു. ഒന്നുകൂടെ ആഴമായി ചിന്തിച്ചാൽ പിശാചും അവൻ്റെ സൈന്യവും ശ്രമിച്ചു. പക്ഷേ യേശു ഗദരദേശത്തെത്തി. യേശുവിനെ ശിഷ്യന്മാരെ മുക്കിക്കൊല്ലാൻ ഈ കടലിൽ തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ച അതേ പിശാച് അതിൻ്റെ സൈന്യവും കൂടെ ഈ കടലിലേക്ക് എടുത്ത് ചാടി പന്നിയുടെ അകത്ത് കയറിയിരുന്നു. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ യേശുവിനെ മുക്കാൻ ശ്രമിച്ചത് ഇപ്പം മുങ്ങി. നിങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നവർ തകരുന്നതല്ലാതെ, നിന്നെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നവർ പരാജയപ്പെടുന്നതല്ലാതെ ദൈവപൈതലെ നിനക്കൊരനർത്ഥം ഭവിക്കുകയില്ല. ഒരു ബാധയും നിൻ്റെ കൂടാരത്തിന് മേൽ അടുക്കത്തില്ല. നോക്കി, ഈ മനുഷ്യൻ വസ്ത്രം ധരിച്ചു, സുബോധം പൂണ്ടു. കണ്ടവർക്കൊന്നും അവനെ മനസ്സിലാകാൻ കഴിയാത്ത നിലയിൽ അവൻ ആൾ മാറിയവനെ പോലെയായി. അത് നിങ്ങളുടെ ജീവിതത്തെ മുഴുവൻ മാറ്റുവാൻ, മുഴുവൻ രൂപാന്തരപ്പെടുത്തുവാൻ യേശു കർത്താവിന് കഴിയും. നിങ്ങളുടെ കുടുംബത്തിൻ്റെ അവസ്ഥയെ മാറ്റുവാൻ, നിങ്ങളുടെ ബിസിനസ്സിനെ, ഈച്ച് ആൻഡ് എവറി പാർട്ട്, നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളെയും വിടുവിപ്പാൻ കർത്താവിന് കഴിയും. ഈ വാക്യത്തിനകത്തുനിന്ന് ഒരു സത്യയോടെ പറയട്ടെ. ഈ ചെറുപ്പക്കാരൻ വിടുതൽ പ്രാപിച്ചു കഴിഞ്ഞ് യേശു ഇങ്ങനെ പടകിലോട്ട് കയറി പോകാൻ നേരം യേശുവിനോട് ചോദിച്ചു, കർത്താവേ, ഞാൻ നിന്നെ അനുഗമിച്ചോട്ടെ? 12 പേര് നിൻ്റെ കൂടെ ഉണ്ടല്ലോ, 13ാമനായിട്ട് ഞാനൂടെ കൂടെ പോന്നോട്ടെ? യേശു പറഞ്ഞു, നോ. യേശു അനുവദിച്ചില്ല. സത്യത്തിൽ നല്ലൊരു കാര്യമല്ലേ ഈ പുള്ളി ചോദിച്ചേ? കർത്താവെ, നിന്നെ അനുഗമിച്ചോട്ടെ, നിൻ്റെ ശിഷ്യനായിട്ട് നിന്നോട്ടെ. യേശു ആ സമയത്ത് എസ് എന്ന് പറയേണ്ടടുത്ത്, അല്ലെങ്കിൽ ഈ മനുഷ്യന് എസ് എന്ന് കേൾക്കാൻ ആഗ്രഹിച്ചെടുത്ത് കേട്ടത് നോയ. ചിലപ്പോഴൊക്കെ നമ്മൾ കർത്താവിനോട് ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ യെസ് എന്ന് കേൾക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നിടത്ത് നോ എന്ന് കർത്താവ് പറയും. ഭയപ്പെടരുത്, പേടിക്കരുത്. ആ നോയ്ക്കകത്തും ഒരു വിടുതലുണ്ട്. ആ നോയ്ക്കകത്തും മറഞ്ഞിരിക്കുന്ന ഒരു അനുഗ്രഹമുണ്ട്. സഹോദരങ്ങളെ, സർവശക്തനായ ദൈവം ചില ജനലുകൾ നമ്മുടെ മുമ്പിൽ അടയ്ക്കുന്നത് ചില വാതിലുകൾ തുറക്കാൻ വേണ്ടിയാണ്. ഏതെങ്കിലും കൊച്ചു ജനൽ നിങ്ങളുടെ മുമ്പിൽ അടച്ചെങ്കിൽ, കർത്താവ് അടച്ചെങ്കിൽ, ചില അത്ഭുതത്തിൻ്റെ വാതിലുകൾ നിങ്ങളുടെ മുമ്പിൽ ദൈവം തുറക്കും, സത്യമായും തുറക്കും. നോക്കിയേ, നമുക്കിവിടെ കാണാൻ കഴിയുന്നു, ഈ ഒറ്റ കാരണം കൊണ്ട് അവൻ ദെക്കേപ്പൊലി എന്ന് പറയുന്നൊരു നാട്ടിൽ മുഴുവൻ യേശുവിനെ അറിയിച്ചു. ആ ഒരു പട്ടണം മുഴുവൻ അവൻ ദൈവിക സന്തോഷം കൊണ്ട് നിറച്ചു. ഒരു സന്ദേശം കൂടെ ഞാനിതിൽ നിന്ന് പറയുകയാണ്. ലോകം മുഴുവൻ ഇവനിലൊരു ഭൂതഗ്രസ്തനെ കണ്ടപ്പോൾ, നാട്ടുകാർ മുഴുവൻ ഇവനിൽ ഒരു ഭ്രാന്തനെ കണ്ടപ്പോൾ, യേശു അവനിൽ കണ്ടത് ഒരു ഭ്രാന്തനെയല്ല, ഒരു ഭൂതഗ്രസ്തനെയല്ല, ദെക്കേപ്പൊലി എന്ന് പറയുന്ന നാടിൻ്റെ സുവിശേഷകനെയാണ്.
ദക്കേപ്പൊലി എന്ന് പറയുന്ന ഒരു നാടിനെ മുഴുവൻ സുവിശേഷീകരിക്കാനുള്ള ഒരു ഇവാഞ്ചലിസ്റ്റിനെയാണ് യേശു അവനിൽ കണ്ടത്. എന്നെ കേൾക്കുന്നവരെ, മനുഷ്യൻ നിങ്ങളിൽ കണ്ടിട്ടില്ലാത്തത് യേശു നിങ്ങളിൽ കണ്ടിരിക്കുന്നു. കുടുംബക്കാരും സഹോദരങ്ങളും നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടില്ലാത്തത് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത, ഒരു ചെവി കേട്ടിട്ടില്ലാത്ത, ആരുടെയും ഹൃദയത്തിൽ പോലും തോന്നിയിട്ടില്ലാത്തത് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നു.